കൂത്താട്ടുകുളം ഓണംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീഭദ്രാദേവിയുടെ 4ാമത് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, നവകം, പഞ്ചഗവ്യം, തുടർന്ന് നിറമാല എന്നിവ ഉണ്ടായി. വൈകുന്നേരം ഭാഗവത സപ്താഹയജ്ഞത്തിനുള്ള സമാരംഭ സഭയിൽ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ശ്യാംദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് B. നായർ ഭദ്രദീപം കൊളുത്തി. യജ്ഞാചാര്യൻ P. K. വ്യാസൻ അമനകരിയെ ക്ഷേത്രം മേൽശാന്തി ബിജു നാരായണൻ നമ്പൂതിരി ആചാര്യ സ്ഥാനത്തേക്ക് സ്വീകരിച്ചു. സെക്രട്ടറി KR സോമൻ, വനിതാ സമാജം പ്രസിഡന്റ് സുധാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികളായ KB സോമൻ, PR അനിൽകുമാർ, NR ശ്രീകുമാർ, സുനിൽ MG, KS രാജപ്പൻ നായർ, ബിന്ദു രവീന്ദ്രൻ, കലാ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അർപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ സപ്താഹം നടത്തി വരുന്നു. അപ്പം ഇങ്ങനെ ഈ പ്രാവശ്യം ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഏകദേശം നമ്മൾ പല ഡേറ്റുകളും ആലോചിച്ചെങ്കിലും ഉത്സവവും തിരക്കുമൊക്കെ വന്നപ്പോൾ നമ്മൾ തീരുമാനിച്ച പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് ആരംഭിക്കാം. അപ്പോൾ അതിന് ആരെ വേണമെന്ന് ആലോചിച്ചപ്പോൾ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞു, വ്യാസൻജിയെ വിളിക്കാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആനന്ദം പകരുന്ന അവസരമാണ്. കൃഷ്ണൻ്റെ ഭഗവാന്റെ കഥകൾ ഒരാഴ്ചക്കാലം ഈ ക്ഷേത്ര തിരുമുറ്റത്ത് കുട്ടികളോടൊപ്പം തന്നെ വന്നിരുന്ന് കേൾക്കുക. ഈ യജ്ഞാചാര്യൻ പറയുന്ന കാര്യങ്ങളൊക്കെ മക്കളോടൊപ്പം അല്ലെ കൊച്ചുമക്കളോടൊപ്പം തന്നെ ഇരുന്ന് കേൾക്കാനുള്ള അവസരമാണ് ഈ ക്ഷേത്ര തിരുമുറ്റം. ഇങ്ങനെ ഒരു അവസരം നമ്മൾക്ക് കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. നമ്മൾക്ക് മതം പഠിക്കാനുള്ള അവസരമില്ല, മറ്റ് സമുദായങ്ങൾക്കൊക്കെ അതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ തിരുമുറ്റം, ക്ഷേത്രമുറ്റം നമ്മുടെ പുരാണ കഥകൾ കേൾക്കാനുള്ള അവസരമാക്കി മാറ്റുക. വരും തലമുറകൾക്ക് അത് പഠിക്കാനുള്ള അവസരം ഈ ക്ഷേത്രമുറ്റം തന്നെ ആകണം. അതിനുള്ള അവസരം നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഭരണസമിതി ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ ഭരണസമിതി ഇവിടെ നടത്തുന്നത്. ഈ വർഷം നമ്മുടെ യജ്ഞാചാര്യൻ ഈ കഥകളൊക്കെ ആദ്യാവസാനം പറയും, ഭഗവാന്റെ വർണ്ണനകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ അവസരം പൂർണ്ണമായിട്ടും വിനിയോഗിക്കണം. ഈ മാസം എന്ന് പറയുന്നത് ഭഗവാന്റെ മാസമാണ്. ഭഗവാൻ വാസുദേവായ ഹരി നാരായണായ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠ